മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ്. കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടുപേരുടെയും ഇഷ്ടവിനോദമാണ്. മനു, അതാ അത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അമ്പൽക്കുളം. വിക്കി, നീ ആള് കൊള്ളാലോ. ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതോ, മുമ്പൊരു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ ഇതുവഴി പോയിരുന്നു. അന്നേ ഞാൻ നോക്കി വെച്ചതാ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത്ര മീനുകൾ! ഓ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. പല നിറത്തിലുള്ള മീനുകൾ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി കളിക്കുന്നു. നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അതെ അതെ, നമുക്ക് നാളെ ഇവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം. കൂടെ ഒരു ചൂണ്ടയും. ചൂണ്ടയോ? അതെന്തിനാ? ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ മീനുകൾ അത് കൊത്തും. ആ സമയത്ത് ചൂണ്ട വലിച്ച് മീനെ പിടിക്കാം. അയ്യോ വിക്കി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും. മനു, ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് നമുക്കെന്ത് കാര്യം? ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതൊന്നും വേണ്ട വിക്കി. നീ പേടിക്കാതിരി. ഒരു കാര്യം ചെയ്യാം, ചൂണ്ടൊന്നും വേണ്ട. മീൻ പിടിക്കാനേ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. ഞാൻ എന്തായാലും നാളെ വലയും കൊണ്ടുവന്ന് മീനിനെ പിടിക്കും. നീ ഇവിടെ ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് ആസ്വദിച്ചോ. അപ്പൊ അതാണ് യവന്മാരുടെ മനസ്സിലിരിപ്പ്. പാവം മീനുകൾ ഇതൊന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു. എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം. തവളച്ചേട്ടാ, എന്താ മുഖത്തൊരു ഗൗരവം? വാ, നമുക്ക് കളിക്കാം. നിങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ? ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെന്താ പറഞ്ഞത് തവളച്ചേട്ടാ? നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകുമെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോകും? തവളച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഓ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറിയ ജീവികൾ, അവർ മനുഷ്യരാണ്. നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി. എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്താ തവളച്ചേട്ടാ, എന്താണ് ആ വഴി? നമ്മൾ രക്ഷപ്പെടുമോ? തൊട്ടപ്പുറത്ത് ഒരു കാലൻ ഞണ്ടുണ്ട്. ആളിത്തിരി ദേഷ്യക്കാരനാണ്. പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം. എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലൻ ഞണ്ടിനെ അന്വേഷിച്ചു പോയി. അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലൻ ഞണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. തവള പതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി. എന്താടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു സഹായം വേണം. ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല. നീ പോയി പിന്നെ വാ. ഇത്രയും ശക്തനായ കാലൻ ഞണ്ട് ഇവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്കൊരു ഉപകാരവുമില്ലല്ലോ. നീ എന്നെ അധിക്ഷേപിക്കുന്നു. കാര്യം പറ. അപ്പുറത്തെ ആമ്പൽക്കുളത്തില് ആ പാവം മീനുകൾ. മീനുകൾക്ക് എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ? ഇന്ന് 2 കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഒരു മീൻ പോലും ബാക്കിയുണ്ടാവില്ല. നാളെ അവർ വലയുമായി വരും.
സംഗതി കുറച്ച് കടുപ്പമാണ്. അപ്പോ എന്ത് ചെയ്യും? ആ, എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്, ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ. ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്കൊരു പണി കൊടുക്കാം. മനു, നീ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്കിടും. നീ അതെല്ലാം പറക്കിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടണം. ഒന്നുപോലും തിരിച്ച് വെള്ളത്തിലേക്ക് പോകരുതേ. ശരി, അത് ഞാൻ ഏറ്റു. ഇന്ന് നമ്മൾ കലക്കും. ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും. നിന്റെ അച്ഛൻ പുതിയ ഫിഷ് ടാങ്ക് വാങ്ങാനായി ഓടും. കുറെ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ. നമ്മുടെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. ഓ, അവന്മാരിങ് എത്തിയല്ലോ. ഞാനൊരു പണി ഒപ്പിക്കാം. നീ ഇവിടെ ഇരിക്കും. അയ്യോ, ഞണ്ട് ഞണ്ട് ഞണ്ട്. വിക്കി, ഓടിക്കോ. പേടിക്കണ്ട മനു, ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം. അയ്യോ അയ്യോ. അങ്ങനെ മീനുകൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തവളച്ചേട്ടന്റെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു. അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചുപോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. സ്വന്തം ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം മറ്റൊരു ദേശം തേടിയിറങ്ങിയതാണ് പൊന്നൻ തവള. വറ്റാത്ത ഒരു കുളമുണ്ടെന്ന് വരും വഴി തവള കേട്ടിരുന്നു. അവിടേക്കുള്ള പ്രയാണമാണ്. ഓ, ഇതത്ര നടന്നു, ദാഹിച്ചു സഹി കെട്ടു. ദൂരെ ഒരു പൂന്തോട്ടം കാണുന്ന പൊന്നൻ തവള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹായ് ഹായ്, അവിടെ നിറയെ ചെടികളും പൂക്കളും. ഉറപ്പായും ഉറവ പറ്റാത്ത കുളം അവിടെയാകും. തന്റെ ക്ഷീണം മറന്ന് പൊന്നൻ തവള വേഗം അങ്ങോട്ടേക്ക് പോയി. ആ കുളത്തിൽ നല്ല ഭംഗിയുള്ള കുറച്ച് മീനുകൾ താമസിച്ചിരുന്നു. എന്നാൽ ആ മീനുകൾ അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. ഈ കൂട്ടുകാരി, ഇന്നലെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന കാക്കയെ നീ ഭയപ്പെടുത്തി ഓടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നമ്മൾ മാത്രം മതി കൂട്ടുകാരി, മറ്റാരും ഇവിടെ വേണ്ട. അതെ അതെ, നമ്മൾ മാത്രം മതി. ഇത് നമ്മളുടെ മാത്രം സ്ഥലമാണ്. ഇവിടേക്ക് ഒരാളെയും നമ്മൾ കയറ്റില്ല. ഹയ്യ, ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ചാടി നോക്കൂ, നല്ല രസമാണ്. കൂട്ടുകാരെ, ദേ നോക്കിക്കേ, ഇങ്ങോട്ടൊരു തവള വരുന്നു. ഏയ്, ഇങ്ങോട്ടൊന്നുമല്ല, അത് വേറെ വഴിക്കാണ്. അല്ലല്ല, ഇങ്ങോട്ട് തന്നെയാണ്. അതിനെ കണ്ടാലും മതി. അയ്യേ, ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അവനെ ഓടിക്കണം. എനിക്ക് തവളയെപ്പോലെ ഭംഗിയില്ലാത്ത ജീവികളെ കാണുന്നതേ ഇഷ്ടമല്ല. ഇങ്ങോട്ട് വരട്ടെ, ഒരു പാഠം പഠിപ്പിച്ച് വിടാം അവനെ. അപ്പോഴേക്കും പൊന്നൻ തവള കുളത്തിലെത്തി കഴിഞ്ഞിരുന്നു. അന്നേരം മീനുകൾ ഒരാമ്പലിന്റെ അടിയിൽ ഒളിഞ്ഞിരുന്നു. പൊന്നൻ തവള കുളത്തിലിറങ്ങി വയറു നിറയെ വെള്ളം കുടിച്ചു. ഹോ, ആശ്വാസമായി. നീ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഇവിടെ എന്താ?
ഇത് ഞങ്ങളുടെ കുളമാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ പൊന്നൻ ദൂരെ നിന്നും വന്നതാണ്. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ഹാ, ദാഹം സഹിക്കാൻ വയ്യാതെ കുടിച്ചതാ. അതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും മാത്രമേ ഉള്ളൂ. അതിവിടെ വന്ന് കയറുന്നവർക്ക് തരാൻ പറ്റില്ല. വേഗം തിരിച്ചു പൊക്കോ. അയ്യോ കൂട്ടുകാരെ, അങ്ങനെ പറയല്ലേ. എനിക്ക് പോകാൻ ഇനി ഒരു സ്ഥലവുമില്ല. നീ വേഗം പോകാൻ നോക്ക്. നിന്നെ കണ്ടാലേ ഒരു വൃത്തിയുമില്ല, കാണാനും കൊള്ളു. അയ്യേ, നിന്നെ കണ്ടാലേ അറപ്പ് തോന്നുന്നു. പോ പോ, ഇവിടെ നിന്നും പോ. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലേ. എന്നെയും ചങ്ങാതിയായി കണ്ടൂടെ? അയ്യേ, നിന്നെയാണോ ഞങ്ങൾ ചങ്ങാതിയാക്കേണ്ടത്? അയ്യേ, നീ ഞങ്ങളെ ഒന്ന് നോക്ക്. ലോകത്തിലെ ഏറ്റവും സുന്ദരികളാണ് ഞങ്ങൾ. നീ നോക്ക്, കണ്ടോ ഞങ്ങളുടെ അഴക്? ഈ ഞങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ കൂടെ കൂട്ടാനോ? അയ്യേ അയ്യേ, ചൊറിയൻ തവള. ആ ഭംഗിയില്ലാത്തവന്റെ ആഗ്രഹം നോക്കണേ കൂട്ടുകാരെ, നമ്മുടെ ചങ്ങാതി ആവണമെന്ന്. അമ്പോ, അത്യാഗ്രഹം തന്നെ. അടുത്ത ദിവസം മീനുകളോട് കൂട്ടുകൂടാനായി പൊന്നൻ തവള കുളക്കരയിലേക്ക് വീണ്ടും വന്നു. അതേ, ഒന്ന് നിക്ക്. താൻ ആള് കൊള്ളാലോ. ഞങ്ങൾ എതിർത്തിട്ടും വീണ്ടും താൻ കുളത്തിൽ ഇറങ്ങിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുളത്തിലിറങ്ങിയത്. ഞാൻ കുളത്തിലിറങ്ങില്ല, അല്പം വെള്ളത്തിന് വേണ്ടി മാത്രം. നീ വെള്ളം കുടിക്കണ്ട, പോകാൻ നോക്ക്. വെള്ളം കുടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഞങ്ങളോട് അവകാശത്തെക്കുറിച്ച് പറയുന്നോ? ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാമ കുളക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുളത്തിലിറങ്ങാൻ കഴിയാതെ തവള വിഷമിച്ചു പോകുന്നത് കണ്ട ആമ മീനുകളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിങ്ങൾ അവനെ കുളത്തിലിറക്കാത്തത്? ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു. ഈ കുളത്തിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുക്കില്ല. ഞങ്ങൾ എത്ര ഭംഗിയുള്ളവരാണ്. ആ തവള എന്തിനു കൊള്ളാം. എന്തൊരു രൂപമാണ് അതിന്. ഛേ, അങ്ങനെ രൂപവും സൗന്ദര്യവും നോക്കി ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഞങ്ങൾക്ക് ഞങ്ങൾ മതി. നിങ്ങൾക്കറിയാമോ, ശക്തനായ സിംഹരാജനെ ഒരിക്കൽ വേടനിൽ നിന്നും ഒരു കുഞ്ഞെലിയായിരുന്നു രക്ഷിച്ചത്. വലിപ്പമോ രൂപമോ ഭംഗിയോ നോക്കിയല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രമാത്രം. അനുഭവം ഗുരു. ഞങ്ങളെ കുളത്തിൽ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നു. നോക്ക്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, എല്ലായിടത്തും വെള്ളം വറ്റിത്തുടങ്ങി. ഇവിടെ വെള്ളമുണ്ടല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴും വെള്ളമുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഈ കുളവും വറ്റും. ഇവിടുത്തെ വെള്ളമൊന്നും പറ്റില്ല. ഒന്ന് ഓർത്തു നോക്ക്, ഈ കുളത്തിലെ വെള്ളം വറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ മണ്ടനാമയുടെ ഒരു കാര്യം. ഒന്നറിയാമോ, നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ആ തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ താമസിക്കാം. ആരെയും ചെറുതായി കാണരുത്. ആ ആമയുടെ സംസാരം കേട്ടോ, നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അതെ അതെ, നമ്മുടെ ദേയിൽ വെള്ളം കുടിച്ചതും പോരാഞ്ഞ് ആമച്ചാരുടെ ഒരു അഹങ്കാരമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കുളക്കരയിലേക്ക് ഒരു ചൂണ്ടക്കാരൻ വന്നു. അയ്യോ കൂട്ടുകാരെ, ആപത്താണ്. ആ ആഹാരം കഴിക്കരുത്. അതൊരു കെണിയാണ്. നിങ്ങൾ അപകടത്തിലാകും. എന്ത് ധൈര്യത്തിലാണ് വൃത്തിയില്ലാത്ത നീ ഈ കുളത്തിലിറങ്ങിയത്? വേഗം കരയിലേക്ക് കയറിക്കോ. നമ്മൾ മാറിയിട്ട് അവനത് കഴിക്കാനായിരിക്കും. അരുത്, നിങ്ങളിതിൽ കൊത്തരുത്. ഇത് ചതിയാണ്.
അപ്പൊ ഞങ്ങളിത് കൊത്തിയിരുന്നെങ്കിൽ? അതെ, അപകടം ആയേനെ. ക്ഷമിക്കണം ചങ്ങാതി. ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കി, എന്നിട്ടും നീ ഞങ്ങളോട് വെറുപ്പ് കാട്ടാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. തവളച്ചാരെ, ഇനി നീ എന്നും ഞങ്ങളുടെ നല്ല ചങ്ങാതി ആയിരിക്കും. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ കഴിയാം. കുളത്തിൻ കരയിലെ പുല്ലുകൾ സൂപ്പർ. പുല്ലുകൾക്ക് മാത്രമല്ല, ഈ കുളത്തിലെ വെള്ളത്തിനും നല്ല രുചിയാ. ഈ കുളത്തിലേക്കെടുത്ത് ചാടിയാലോ? എന്റെ മൂക്കത്ത് വന്നിരുന്ന് എന്നെ അപായപ്പെടുത്താനുള്ള വഴി പറഞ്ഞു തരുന്നോ? നിന്നെ ഞാനിന്ന് ശരിയാക്കും. എന്നാ എന്നെ ഒന്ന് പിടിക്ക്. അയ്യോ, അതെന്ത് സാധനമാ മുകളിൽ നിൽക്കുന്നത്? ഓ, കണ്ടിട്ട് പേടിയാവുന്നു. അതെങ്ങാനും ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ നമ്മളൊക്കെ ചതഞ്ഞരഞ്ഞ് ചത്തത് തന്നെ. വേഗം വാ, നമുക്ക് അമ്മയോട് ചെന്ന് പറയാം. അമ്മേ, അമ്മേ. കുഞ്ഞുങ്ങൾ പേടിച്ചാണല്ലോ വരുന്നത്. എന്തു പറ്റിയാവോ? അമ്മേ, അങ്ങ് മുകളിൽ എന്തോ വലിയൊരു സാധനം. കണ്ടിട്ട് പേടിയാവുന്നമ്മേ. എവിടെയാ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. വല്ലോ തിമിംഗലോ ആയിരിക്കും എന്തോ. അമ്മ മുന്നേ നീടിക്കോ, ഞങ്ങള് പിന്നാലെ ഉണ്ട്. ആഹാ, ഇതിനെ കണ്ടിട്ടായിരുന്നോ നിങ്ങൾ ഇത്രമാത്രം പേടിച്ചത്? ആരും പേടിക്കണ്ട, ആ ജീവി കുളത്തിലൊന്നും ഇറങ്ങി വരില്ല. അത് എന്ത് ജീവിയാ അമ്മേ? ആ ജീവിയാണ് മക്കളെ പശു. പശു, നല്ല പേര്. അക്ഷരം സ്ഫുടമായി പറഞ്ഞു പഠിക്കൂ മക്കളെ. പശു, പശു. പശു, പശു. ആ, പശു, പശു. ആ, പശു. പശു പശു അല്ല, വെറും പശു. ചിരിച്ച് ചിരിച്ച് ഞാനിപ്പോ ചാവും. നിങ്ങളുടെ ഓരോ തമാശകള്. അതിനിവിടെ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ തവളച്ചേട്ടാ. കുളത്തിൻകരയിൽ നിന്ന് പുല്ല് തിന്നുന്ന വെറുമൊരു പശുവിനെ കുറിച്ച് ഇത്രമാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുളത്തിലെ വെള്ളത്തിൽ കുറച്ചു നേരം മുങ്ങിക്കിടന്ന ചത്തുപോകുന്ന കരയിലെ വെറുമൊരു ജീവി മാത്രമാണവൻ. ഈ വെള്ളത്തിൽ നിന്നും കുറച്ചു നേരം കരയ്ക്ക് കയറി കിടന്നാൽ ഞങ്ങളും ചത്തുപോകില്ലേ? അതെ അതെ, മീനുകളായ നിങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ ആ പശുവിന് ഈ വെള്ളത്തിലും ജീവിക്കാൻ പറ്റില്ല. എന്നാ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ ഈ തവളച്ചേട്ടന് സാധിക്കും. അതാണ് മാക്കാൻ തവള. ഇനി നിങ്ങൾ പറയൂ, ആ പശുവാണോ ഈ മാക്കാൻ തവളയാണോ കേമൻ? കഴിവിൽ കേമൻ തവളച്ചേട്ടൻ തന്നെ. കറക്റ്റ്. ആർപ്പിട് മക്കളെ, ആർപ്പിട്. എന്നാൽ വലിപ്പത്തിൽ കേമൻ ആ പശുവാണ്. ഓ, വലിപ്പമോ? എന്തോന്ന് വലിപ്പം? എന്റെ ശരിക്കുള്ള വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിലും കാണേണ്ടതൊന്നും കാണില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഞാനൊന്ന് വലിപ്പം കൂട്ടിയാൽ ആ പശുവിനേക്കാൾ വലുതാകും. എന്ത്? ആ പശുവിനേക്കാൾ വലുതാകുമെന്നോ? അതെന്ന്, എന്റെ മുത്തച്ഛൻ ദർദുരന് ഒരു ആനയുടെ വലിപ്പം ഉണ്ടായിരുന്നു. മുത്തച്ഛൻ മരിച്ചുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായും നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. എന്തായാലും ഞാനിത് വിശ്വസിക്കില്ല. പശുവിനോളം വലുതാകാൻ ഒരിക്കലും ഒരു തവളയ്ക്ക് കഴിയില്ല. എല്ലാവരും നോക്കിക്കോ, തുമ്പിയും കണ്ടോളൂ.
ഞാൻ ആ പശുവിനേക്കാൾ വലുതാവുന്നത്. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ ആ പശുവിനേക്കാൾ വലുതായില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും പഴയതുപോലെ തന്നെ. ശ്വാസം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നതിനാൽ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. മീനുകളെ ഒന്ന് ആത്മാർത്ഥമായ ആർപ്പ് വിളിച്ചു തന്നേ. തവളച്ചേട്ടൻ അങ്ങ് വലുതാവട്ടെ. ആർപ്പുവിളി നിർത്തിക്കോടാ പിള്ളാരെ, തവളച്ചേട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, നമ്മുടെ തവളച്ചേട്ടൻ എന്തു പറ്റി? വലിയവനെന്ന് സ്വയം നടിക്കുന്ന അഹങ്കാരികളായ വിഡ്ഢികൾക്ക് സംഭവിക്കുന്നത് തന്നെ തവളച്ചേട്ടന് സംഭവിച്ചു മക്കളെ. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അന്നേരം ഒരു കൊക്കമ്മാവൻ അവിടെ എത്തി. ആ കാഴ്ച കണ്ട് കൊക്കമ്മാവന് സന്തോഷമായി. ഈ കുളത്തിൽ ധാരാളം മീനുകളുണ്ടല്ലോ, എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ആഹാരമായി. കൊക്കമ്മാവൻ മീനുകളോട് പറഞ്ഞു, മീനുകളെ പേടിക്കണ്ട, അങ്ങ് അകലെ വലിയൊരു കുളമുണ്ട്. ആ കുളം ഒരിക്കലും വറ്റില്ല. നേരോ? പക്ഷേ ഞങ്ങൾ എങ്ങനെ അവിടെ എത്തും? ആ, അത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഓരോ ദിവസവും കുറച്ചു പേരെ മാത്രമേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. മീനുകൾ കൊക്കമ്മാവന്റെ വാക്ക് വിശ്വസിച്ചു. എന്നും മീനുകളെയും കൊണ്ട് കൊക്കമ്മാവൻ പറന്നു പോകും. എന്നിട്ട് അകലെ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി അവയെ ഭക്ഷിക്കും. കുളക്കരയിലെ പൊത്തിൽ താമസിച്ചിരുന്ന ഞണ്ടിന് കൊക്കിന്റെ ഈ ചതി മനസ്സിലായി. ഞണ്ട് കുളത്തിലെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, ആ കൊക്ക് നിങ്ങളെ ചതിക്കുകയാണ്. അവൻ നിങ്ങളെ കുളത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, വഴിക്ക് വെച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അങ്ങനെ ഞണ്ട് മീനുകളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം കൊക്കമ്മാവൻ വന്നപ്പോൾ ഞണ്ട് കൊക്കിനോട് പറഞ്ഞു, കൊക്കമ്മാവ, അങ്ങ് എന്നെയും കൂടി രക്ഷിക്കണം, അകലെയുള്ള കുളത്തിലെത്തിക്കണം. ഓ, അതിനെന്താ, നീ എന്റെ പുറത്ത് കയറിക്കൊള്ളൂ. അങ്ങനെ മീനിനെയും കൊത്തിയെടുത്ത് ഞണ്ടിനെയും തോളിലേറ്റി കൊക്കമ്മാവൻ പാറപ്പുറത്തേക്ക് പറന്നു. പാറപ്പുറത്തെത്തിയ കൊക്ക് മീനുകളെ താഴെയിട്ട് ഓരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞണ്ട് കൊക്കമ്മാവന്റെ കഴുത്തിലിറക്കി. വേദന കൊണ്ട് കൊക്കമ്മാവൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ. പിന്നീട് ഒരിക്കലും കൊക്ക് ഈ ദുഷ്ടപ്രവൃത്തിക്ക് ഒരുങ്ങിയിട്ടില്ല.